കിട്ടി, മുതല് കിട്ടി. ഓ അപ്പൊ രക്ഷപ്പെട്ടല്ല. എന്റെ കാശ മേടിച്ചോ. ബെസ്റ്റ് ഓഫ് ലക്ക്. ഓ താങ്ക് യു. ഇതിന് ഭ്രാന്താണ് അല്ലെ എനിക്കാണ് ഭ്രാന്ത്? ഇതെന്ത് മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. ഇന്നലെ ഒന്നുമായിട്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്നത് ഫുൾ എന്താണ്? രേണുവിന് സപ്പോർട്ടേഴ്സ് ഇങ്ങനെ പല മൂലക്കിൽ നിന്ന് ഇങ്ങനെ പൊട്ടി മുളച്ച് വരുന്നുണ്ട്. ആൻഡ് ഇവർ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളോ ഒന്നിനൊട്ട് കഴമ്പുമില്ല. ഒരു കാര്യമില്ല. അഭിനയത്തിന് കുറെ മിസ്റ്റേക്ക് ഉണ്ട്. കാരണം ഒന്ന് കരച്ചിൽ, കണ്ണീരില്ല കരച്ചിൽ, അതാണ് ആദ്യത്തെ ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം ക്യാമറ ആംഗിൾ കരച്ചിൽ. കാരണം ഓരോ കരയുമ്പോഴും ക്യാമറ ആംഗിൾ നോക്കണം, കുറച്ച് ബാക്കോട്ട് ആക്കാം. ആൻഡ് മൂന്നാമത്തെ ഒരു സാധനം, ഒരു വെറൈറ്റി ഏങ്ങൽ. നമ്മളിപ്പോ ഓരോരുത്തരെ കരഞ്ഞ് ഏങ്ങുന്ന കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു ശരിക്കും എന്ന് പറയുന്നുള്ള ഒരു ഏങ്ങൽ നന്നായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ കരഞ്ഞു കഴിഞ്ഞിട്ടും രാത്രി സബ്സ്ക്രിപ്ഷനിൽ വന്നിട്ട് ഇങ്ങനെ ഒരു സാധനം കാണിച്ചിട്ടുണ്ട്. സത്യം ഞാനങ്ങനെ ചെയ്തിട്ടില്ല. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ വാണരുളിയ ഒരു സ്ക്രീൻഷോട്ട്. അതൊരബദ്ധമായി പോയി എന്ന് ചില നിലാവുള്ള രാത്രികൾ എനിക്കും തോന്നാറുണ്ട്. ഇതൊരു പേയ്മെന്റ് സ്ക്രീൻഷോട്ട് ആണ്. ഈ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് രേണുസുധിയുടെ ഒരു സുഹൃത്ത്, അല്ലെങ്കിൽ രേണുസുധീനെ ഇഷ്ടപ്പെടുന്ന ഒരു യൂട്യൂബറുടെ ചാനലിലാണ്. രേണു പൈസയല്ല മാതൃത്വം, പൈസയല്ല കെയർ, പൈസ അയച്ചു കൊടുക്കുന്ന മാത്രമല്ല. അതാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല, വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, ആ ചാനലിൽ ആള് വളരെ ക്ലിയർ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. സ്ക്രീൻഷോട്ടിൽ ഞാൻ എമൗണ്ട് ഹൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ കിച്ചുവിന്റെ അക്കൗണ്ടിലോട്ട് രേണു ഇട്ട് കൊടുത്ത ക്യാഷ് ആണ്. ആ എമൗണ്ട് ഞാൻ ഹൈഡ് ചെയ്യുന്നുണ്ട്. വേറെ ഒന്നല്ല, രേണു തന്നെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെന്താ? ഫസ്റ്റ് ഓഫ് ഓൾ ഇത് രേണുവിന്റെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ആണോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. സെക്കൻഡ് തിങ്, കിച്ചുവിന് പോയിട്ടുള്ള ഒരു ട്രാൻസാക്ഷന്റെ സാധനങ്ങളൊന്നും കാണുന്നില്ല. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. തേർഡ് തിങ്, എമൗണ്ട് മറച്ചിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയാണ്. ഒന്നെങ്കിൽ നിങ്ങൾ ഇത്ര കാണിക്കാൻ മനസ്സ് നിങ്ങളുടെ രേണു ചേച്ചിക്ക് വന്നെങ്കിൽ ആ രേണു ചേച്ചിനോട് കിച്ചുവിന്റെ പേര് വെച്ചിട്ടുള്ളത് എന്നെ കാണിക്കാൻ പറ. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ഇതിലിപ്പോ നിങ്ങൾ എന്താ കാണിക്കുന്നേ? രേണു കിച്ചുവിന് കുറെ പൈസ അയച്ചു കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു സാധനമാണ് നിങ്ങൾ കാണിക്കാൻ ഉദ്ദേശം. കിച്ചുവിന്റെ പേര് കാണിച്ചോളൂ. ഇത്രയും കാണിച്ചെങ്കിൽ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. രേണു ചേച്ചി പൈസ തരുന്നില്ല എന്നുള്ളൊരു കാര്യം കിച്ചു എവിടെയെങ്കിലും പറഞ്ഞോ? കിച്ചുവിന്റെ ലൈഫ് സ്റ്റോറി കണ്ടിട്ട് ഞാൻ ചോദിക്കുകയാണ്, അങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റോ കാര്യങ്ങളോ കിച്ചു വന്ന് പറഞ്ഞോ? ഒരു ക്യാഷ് കൊണ്ടിട്ട് മദർലി ഫീലിങ്ങിനെ കണക്ട് ചെയ്യുന്നത്. ഐ ഡോണ്ട് വോണ്ട് ടു സീ ദിസ് അഗെയിൻ. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കുന്നത്? ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.